കരയാതെ നീ കരയല്ലേ? നമ്മുടെ മോൻ തിരിച്ചു വന്നില്ലേ? മിസ്റ്റർ വിജയ്, ഇതെന്താ നടന്നത്? സോറി സർ, ഐ എം എക്സ്ട്രീംലി സോറി. ആളുകളെ അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങനെയാണോ എന്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ട്രീറ്റ് ചെയ്യേണ്ടത്? സോറി സർ. മോനെ, ഇത് ഇദ്ദേഹത്തിന്റെ തെറ്റല്ല. ഞങ്ങൾ ആരാണെന്ന സത്യം ഇദ്ദേഹത്തോട് പറഞ്ഞില്ല. അതിനു മുൻപ് ഇവനും ഇവളും കൂടി ഞങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുമായിരുന്നു. ഇദ്ദേഹം ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? ഇദ്ദേഹമാണ് നമ്മുടെ ഗസ്റ്റ്. ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യാന് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇദ്ദേഹമാണ് ഈ വർഷത്തെ ബിസിനസ് ഐക്കോണിക്. യങ് ഐക്കോണിക് മിസ്റ്റർ ആർവി. രാജു വേണുഗോപാൽ മഠത്തിൽ. മാഡം RVMനെ അറിയില്ലേ? പാഞ്ചമാരയിലെ ഫ്ളാറ്റിൽ വന്നിട്ടുണ്ടെന്ന് കുറച്ചു മുമ്പേ തള്ളിയതാണല്ലോ. ഇതാണ് ലോകം ശ്രദ്ധിക്കുന്ന ബിസിനസ് മാഗ്നറ്റ്. RVM എന്ന് കേട്ടപ്പോ ഞാനൊരു 60 വയസ്സാ പ്രതീക്ഷിച്ചേ. ഇതൊരു ചെറുപ്പക്കാരനല്ലേ? ഇദ്ദേഹത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാ ഇദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ വരാൻ മടിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എന്താടി നീ ഇങ്ങനെ അന്തം വിട്ടു നോക്കണേ? ഇത് നമ്മുടെ മോൻ തന്നെയാ, രാജു. എന്റെ ആങ്ങളെ വിദേശത്ത് പോയി കാശുകാരനായെന്നൊക്കെ എനിക്കറിയാം. അമ്മ ഇനി കരയില്ലേ? ഇനി കുറെ ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അച്ഛൻ കുറച്ചങ്ങ് ക്ഷീണിച്ചു പോയി. ഏയ്, അതൊക്കെ നിന്റെ തോന്നലാടാ. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ചേച്ചി ഹാപ്പി അല്ലേ? പിന്നെ കാശിന്റെ കാര്യത്തിലായിരുന്നല്ലോ ചേച്ചി നമുക്ക് ചില കഷ്ടകാലങ്ങള്. എന്തായാലും അതൊക്കെ അങ്ങ് മാറിയില്ലേ? ഇനി അവഗണിച്ചവരൊക്കെ നമ്മളെ പരിഗണിക്കാൻ തുടങ്ങും. ശില്പികൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിന്ന് ബൈബിളിലൊരു വചനമുണ്ട്. ഇതത് തന്നെ. ഇനി എല്ലാവരും നമ്മുടെ മോനെ ഒന്ന് കാണട്ടെ. അച്ഛാ, എന്താടാ? എന്റെ അമ്മയുടെ പ്രാർത്ഥന, അച്ഛന്റെ അനുഗ്രഹം, അതാ ഞാൻ. നീ എന്തത്ര വൈകിയേ? ബസ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയച്ച. ഇപ്പോ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യാൻ ശീലിച്ചു അല്ലേ? അതിലെന്താ അച്ഛ കുഴപ്പം? ഈ ലോകത്തുള്ള ഭൂരിഭാഗം പേരും ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നേ. എന്നാലും ഉള്ളിലൊരു നീറ്റില്ല. മോളിവിടെ ഇരിക്കും. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അത് പിന്നെ ആ ബ്രോക്കർ പിന്നെയും വന്നു മോളെ. നമ്മുടെ വീട്, സോറി, ഇപ്പോ ഇത് നമ്മളെ വീടല്ലോ. നമ്മുടെ വീടല്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പില് പ്രതാപവർമ്മയുടെ വീടായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ കുറച്ചു നാൾ താമസിക്കായിരുന്നു. ആ മോഹവും പൊലിഞ്ഞു. ആ പെണ്ണ് ഈ വീട് വെക്കും. അവൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാശം കാണാനാ. ക്ഷമിക്കച്ച, എനിക്ക് പറ്റിയൊരു അബദ്ധം അത്. ബുദ്ധിമോശമാണെങ്കിലും നീ ആ ചെയ്തതില് ഒരു സന്മനസ്സുണ്ടായിരുന്നു. പക്ഷേ അബദ്ധം ശരിക്കും പറ്റിയത് എനിക്കാ. അനന്തപിള്ള എന്നൊരു വക്രബുദ്ധിക്കാരനോട് ഞാൻ മത്സരിക്കരുതായിരുന്നു.
മത്സരിക്കണമെങ്കിൽ യുദ്ധനിയമം അറിയാവുന്ന ഒരു ശത്രുവിനോടായിരിക്കണം. ആ ക്രിമിനലിന്റെ മുമ്പിൽ ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലെന്ന് കരുതി ഞാൻ കണ്ണടച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ തോറ്റു കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബമാണ് എല്ലാത്തിനേക്കാളും വലുത്. എന്റെ വീട്ടുകാരുടെ എല്ലാം സേഫ്റ്റി നോക്കണമെന്ന് ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അപകടമൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ഇതൊക്കെ പാലിച്ചിരുന്നെങ്കിൽ അനന്തംപിള്ള എന്ന കൊടും ക്രിമിനൽ നമ്മുടെ ഈ വീടിന്റെ പടികടന്ന് കയറി വരില്ലായിരുന്നു. മുറിവേറ്റു മടങ്ങിയ ശത്രുക്കളെ പിന്നീട് കൂടെ കൂട്ടരുതെന്ന് പാഠം ഞാൻ പഠിച്ചില്ല. നീ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ദീപകം നന്ദനയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കരുതെന്ന്. ഞാനത് കേൾക്കായിരുന്നത്. എന്തായാലും നീ അനുഭവിച്ചല്ലേ പറ്റൂ. അച്ഛാ, എന്റെ ഫ്രണ്ട് പല്ലവി വിളിക്കുന്നു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അച്ഛൻ വിഷമിക്കാതിരിക്കെ.